ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഞാൻ ഇന്നത്തെ ഷാബ സ്കൂൾ ഡിസ്കഷനിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നാം രണ്ടാം ക്വാർട്ടറിലെ രണ്ടാമത്തെ പാഠം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. ബ്രദർ അലൻ ലാസർ, ഇദ്ദേഹം സ്പൈസർ അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹം നമ്മോടുകൂടെ ഉള്ളതിൽ സന്തോഷമുണ്ട്, സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാസ്റ്റർ അരുൺ SK, അദ്ദേഹത്തെയും പ്രത്യേകമായി നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ ആഴ്ചയിൽ നാം പഠിക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി അടിസ്ഥാനം എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു ഭാഗമാണ്. ഇന്നത്തെ മനപ്പാഠവാക്യം എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ വാക്കുകളാണ്. പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. പാഠത്തിന് കടക്കുന്നതിന് മുമ്പായി നമുക്ക് ബ്രദർ അലനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, കർത്താവ് തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സമയം അടിയങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയതിനെ വീണ്ടും ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു പിതാവേ. ഈ സമയം അടിയങ്ങൾ പാഠം പഠിക്കുവാനായി വരുമ്പോൾ അങ്ങയുടെ കൃപയും സാന്നിധ്യം അടിയങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമെന്ന് യാചിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ അടിയങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണം. അടിയങ്ങളെ അങ്ങ് വഴി നടത്തണമെന്ന് യാചിക്കുന്നു. ഇത് കാണുന്നവരെയും അങ്ങ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങിടയാക്കണം. സകല മഹത്വം അവിടെ നിൽക്കണം. അടിയങ്ങൾക്കായി ജീവനെ വിടിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ താഴ്മയെ യാചിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ പിതാവേ. ആമേൻ. 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 താങ്ക് യു ബ്രദർ അലൻ. പാസ്റ്റർ അരുൺ, ലേഖൻ പാഠം തുടങ്ങുന്നത് വളരെ ചിന്തയേറിയ ഒരു വിഷയത്തോടു കൂടിയാണ്. നാം പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് അറിയേണ്ടത് പ്രാധാന്യമുള്ള കാര്യമാണോ? വളരെ പ്രധാനമാണ്. കാരണം തുടക്കം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആശയങ്ങളെ, മുന്നോട്ടുള്ളതായ കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റുകയുള്ളൂ. കാരണം വേദപുസ്തകം തന്നെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, 2 ഭവനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാറമേൽ പണിതത്, മറ്റേതെന്ന് പറയുന്നത് മണലിൽ പണിതതായ ഭവനം. അപ്പോൾ അടിസ്ഥാനം ബലമുള്ളതായത് പാറമേലുള്ളതും എന്നാൽ മണലിൽ ഉള്ളതെന്ന് പറയുന്നത് ബലമില്ലാത്തതുമായിരുന്നു. അപ്പോൾ ബലമുള്ളതായ ആ പാറമേൽ പണിതതായ വീട് കാറ്റും അതുപോലെ തന്നെ മഴയൊക്കെ വന്നപ്പോൾ ആ അടിസ്ഥാനത്തിൽ പണിതതായ വീട് വീണുപോയില്ല. പക്ഷേ മണലിൽ പണിതതായ വീട് എന്ത് ചെയ്തു? തകർന്നു പോയി എന്ന് കാണുവാൻ കഴിയും. അതുപോലെയാണ് അടിസ്ഥാനം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും തുടക്കം അറിഞ്ഞിരിക്കണം. ഇവിടെ പുതിയൊരു തത്വത്തെക്കുറിച്ച് ലേഖൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബ്രദർ ആലൻ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ, എന്താണ് ഈ ആദ്യ പരാമർശത്തിൻ്റെ തത്വം എന്നുള്ളത്? നാം ഏതൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ ആ അടിസ്ഥാനം അല്ലെങ്കിൽ ആദ്യം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ, ഏതൊരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയത്തിൻ്റെ കുറിച്ച് ആദ്യമായി എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പരാമർശത്തെ ആണ്, അല്ലെങ്കിൽ ആ ഒരു പഠനത്തെയാണ് എന്താണ് പരാമർശത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. നാം വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പല വേദപുസ്തകത്തിൽ മുന്നോട്ട് കാണുന്ന പല കാര്യങ്ങളുടെയും എന്താണ് അടിസ്ഥാനം, അല്ലെങ്കിൽ ആദ്യമായി പരാമർശിക്കപ്പെടുന്ന ഭാഗങ്ങൾ ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ അടിസ്ഥാനം, ആദ്യ തത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ആദ്യമായി നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അടിസ്ഥാനമില്ലാതെ നമുക്ക് എന്താണ് മുന്നോട്ട് പഠിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോൾ ആദ്യ പരാമർശത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് ഏതൊരു വിഷയത്തിൻ്റെയും ആദ്യമായി പറയുന്ന ഒരാശയം, ഒരു പുതിയ ആശയം ആദ്യമായി പരാമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നു, അതിനെ പഠിപ്പിക്കുന്നു. അതാണ് ആദ്യ പരാമർശത്തിൻ്റെ തത്വം. താങ്ക് യു അലൻ, താങ്ക് യു. നാം ഈ തത്വങ്ങൾ പഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഈ പഠനത്തിൽ പലപ്പോഴും നമ്മുടെ പഠനം തെറ്റായ രീതിയിലേക്ക് പോയി അതിൻ്റെ അർത്ഥമേ മാറിപ്പോകുന്ന ഒരു സാഹചര്യം പലരും അത്തരത്തിൽ എത്തിത്തീരാറുണ്ട്.
സത്യം ശരിക്കും കാലക്രമേണ മാറ്റുവാൻ കഴിയുമോ പാസ്റ്റർ അരുൺ? ഒരിക്കലും മാറ്റുവാൻ സാധിക്കില്ല. മനുഷ്യനാണ് തത്വങ്ങളെ മാറ്റുന്നത്. വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, വിളിച്ചതായ ദൈവത്തെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നുണ്ടെങ്കിൽ എന്ന് അവിടെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ദാസനായിരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷങ്ങളെ മാറ്റി, ദൈവത്തിൻ്റെ വചനങ്ങളെ മാറ്റി, അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളെ മാറ്റിയിട്ടാണ് പലരും ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സുവിശേഷത്തെ മാറ്റിക്കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, നാം ഈ പ്രവചന പഠനത്തിൽ ലേഖൻ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകരമാണെന്ന്. ആണോ പാസ്റ്റർ? തീർച്ചയായിട്ടും. അത് ദൈവസ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവചന സത്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. കാരണം വചനം തന്നെ പറയുന്നുണ്ട്, പ്രവചനം ഇല്ലാതെ ഒരിക്കലും സഭയെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എന്നാൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് നിരവധി കള്ളപ്രവാചകന്മാർ സഭയിൽ കടന്ന് സഭയെ തകർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം വേദപുസ്തകം തന്നെ പഠിക്കുമ്പോൾ ശബദം എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ട്, അതാണ് യഥാർത്ഥ സത്യം. എന്നാൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, എഗസ്കേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 26-ാം വാക്യം പഠിക്കുമ്പോൾ പറയുന്നത്, അതിലെ പുരോഹിതന്മാർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് സഭയെ എന്തു ചെയ്യുന്നു, ശബദം എന്ന് പറയുന്ന സത്യത്തെ മൂടി മറച്ചിട്ട് കുമ്മായം തേക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും നന്ദി പാസ്റ്റർ. ഈ സമയം നമുക്ക് ഒരു ഇടവേള ആയാലോ? തീർച്ചയായും. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഇതിനുശേഷം നിങ്ങൾ വീണ്ടും ഞങ്ങളോട് ഒത്തുചേരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം നമ്മുടെ പാഠപഠനവുമായി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യ പരാമർശത്തിൻ്റെ തത്വം അനുസരിച്ച് സ്നേഹമെന്ന വാക്ക് നാം ആദ്യമായി ബൈബിളിൽ കാണുന്നത് ഇസഹാക്കിൻ്റെ കഥയിലാണ്. ഇസഹാക്കിനെ അബ്രഹാം യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിലാണ് സ്നേഹമെന്ന വാക്ക് ആദ്യമായി ബൈബിളിൽ നാം കാണുന്നത്. ആ കഥയിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? നാം ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന ഒരു വാക്കുണ്ട്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെയാണ് നമ്മുടെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മാനുഷകുലത്തിനോട് സ്നേഹത്തിന് അനുരൂപമായിട്ട് എന്താണ് ഈ നമ്മെ രക്ഷിക്കാനായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ അബ്രഹാമിൻ്റെ കഥയിലും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. കാരണം ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ, വർഷങ്ങളോളം കാത്തിരുന്ന് ലഭിച്ച തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുവാനാണ്. അപ്പോൾ ഈ ഒരു സംഭവം സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? പിതാവായ ദൈവം അത്രത്തോളം എന്താണ് സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ, അതിനേക്കാൾ ഉപരി ദൈവം സ്നേഹിക്കുന്ന എന്താണ്, നമ്മുടെ മാനുഷകുലത്തിന് വേണ്ടി യാഗമായി തീരുവാനായിട്ട് അയച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം അതിലൂടെ നമുക്ക് അബ്രഹാമിൻ്റെ ഈ യാഗത്തിലൂടെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആമേൻ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ നാം കണ്ടു. അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് പകരക്കാരനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും നമ്മുടെ പകരക്കാരനായി എന്നും ഒരു വ്യക്തി തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് പാസ്റ്റർ? കാരണം രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അതെ, വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 4:12 പഠിക്കുമ്പോൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മാനവകുലത്തിന് രക്ഷ
ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ജീവനും അതുപോലെ തന്നെ മരണത്തിൽ നിന്നുള്ളതായ വിടുതലും നമുക്ക് ലഭിക്കുകയുള്ളൂ. പാപത്തിൽ നിന്നുള്ള മോചനവും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആമേൻ. ആ മരണം നമുക്ക് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ അത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കാരണമായി തീരും. ദൈവത്തിൻ്റെ മഹത്വം. മരണം ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. പലരും ഇന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മരണം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മരണമെന്ന് ഒരു വാക്കില്ലായിരുന്നു. ഇന്ന് അനീതിയിലും പാപത്തിലും അനേകം ആളുകൾ മരിക്കുവാൻ താല്പര്യമില്ലാഞ്ഞിട്ടും മരിക്കുന്നു. ഇതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും. ആർക്കും മരിക്കുവാൻ താല്പര്യമില്ല. എന്താണ് ഈ മരണത്തിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ പാസ്റ്റർ അരുൺ? മരണത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ മരണത്തിനുള്ളതായ പരിഹാരം എന്ന് പറയുന്നത്, കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നത് ആദാമിനാൽ മരണം വന്നു, ക്രിസ്തുവിനാൽ മരണം എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. അപ്പോൾ മരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് മാറ്റപ്പെടുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും കർത്താവ് പറഞ്ഞതായ കാര്യം വചനം പഠിക്കുക പറയുന്നത് ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുക പറയുന്നത്. അതിലൂടെ മാത്രമേ മരണത്തിൽ നിന്നുള്ളതായ ഒരു മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതെ, ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു വഴി തന്നെ ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ വലിയതാണ്. അതിന് ബ്രദർ അരുൺ, ബ്രദർ അലൻ, എന്താണ് നമുക്ക് തിരികെ നൽകുവാനായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്തിന്? ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് വെളിവാക്കി തരുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് തിരികെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രിസ്തുവിനെ അംഗീകരിക്കുക, ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് ദൈവവചനം പങ്കുവെക്കുക, ക്രിസ്തുവിലേക്ക് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുക, അവർക്കും ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തീർച്ചയായിട്ടും എന്താണ്, നമുക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി നൽകിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ ബഹുമാനിക്കും, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കും. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി തിരികെ നൽകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് നമ്മുടെ ജീവിതമെങ്കിലും മാറ്റിവെക്കുവാൻ നാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. നാം വെളിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം എന്നുള്ളത് ആരാധനയെ ചൊല്ലിയാണ്. മറു സൈഡിൽ പിശാചും ഒരു സൈഡിൽ ദൈവവും. ആരുടേതാണ് ആരാധന, ആരാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നതിനെ ചൊല്ലിയാണ് വെളിപ്പാടിൻ്റെ ഓൾ തീം. അതിനെക്കുറിച്ച് എന്താണ് പാസ്റ്റർ അരുൺ പറയാനുള്ളത്? ആരാധന എന്ന് പറയുന്നത് അത് ദൈവത്തിനുള്ളതാണ്. അതെ, അത് മനുഷ്യർക്ക് കൊടുക്കേണ്ടതല്ല. കാരണം വചനം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വേറൊരു ദൂതൻ അവരുടെ മധ്യേ വന്ന് പറയുന്നതായ ഒരു കാര്യമുണ്ട്. സകല ഭൂവാസികളോടും ദൈവത്തിൻ്റെതായ സുവിശേഷം അറിയിക്കുവാനും ന്യായവിധിയുടേതായ നാഴിക വന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ആകാശവും ഭൂമിയും നീരുറവകളും ഉണ്ടാക്കിയതായ ദൈവത്തെ നമസ്കരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ആരാധിക്കേണ്ടത് ഈ ഭൂമിയിൽ കാണുന്നതായ ഒന്നിനെയല്ല, സൃഷ്ടികളെ അല്ല, തീർച്ചയായും ദൈവത്തെയാണ് ആരാധിക്കുക. എന്നാൽ പിശാച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ ആരാധിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെതായ ആരാധന ദിവസം എന്ന് പറയുന്നത് 7-ാം ദിവസവും പിശാച് കൊണ്ടുവന്നതെന്ന് പറയുന്നത് 1-ാം ദിവസവും. ഇന്ന് നിരവധി പേര് 1-ാം ദിവസത്തിലേക്ക് കടന്നു പോകുന്നു, 7-ാം ദിവസത്തെ മറക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയെ മറക്കുന്നതായിട്ട്
കാണുവാൻ കഴിയും. അപ്പോൾ ആരാധന അത് ദൈവത്തിനുള്ള, അതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതലുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോഴും അവിടെയും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ സമയം ഒരു ഇടവേളയുടേതാണ്. ഇടവേളയ്ക്ക് ശേഷം പങ്കുചേരുക. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവ ആത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നാം പറഞ്ഞു, സാത്താൻ ദൈവത്തിൻ്റെ ആരാധനയെ പിടിച്ചെടുക്കുവാൻ, തന്നിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇവിടെ പാഠത്തിലേക്ക് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 5 വരെയും വെളിപ്പാട് 12-ാം അധ്യായം 1 മുതൽ 9-ാം വാക്യം വരെയും കമ്പയർ ചെയ്ത് എന്താണ് അതിലെ പ്രതിവാദ വിഷയം എന്ന് ലേഖൻ ചോദിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ പ്രതിവാദ വിഷയം, ബ്രദർ അല്ലേ? ഉൽപ്പത്തി 3-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ ആദ്യമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പാമ്പ് അല്ലെങ്കിൽ സർപ്പം എന്നുള്ളത്. സർപ്പത്തെ നമുക്ക് ആദ്യമായി കാണിച്ചു തരുന്നത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലാണ്. അതുപോലെ തന്നെ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് സർപ്പത്തിനെ തന്നെയാണ്. പിശാച് എന്ന സർപ്പത്തെയാണ് നമുക്ക് പ്രധാനമായിട്ടും 2 സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം ഇവിടെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ അന്ന് ഉൽപ്പത്തിയിൽ ആദ്യ സമയത്ത് ഉൽപ്പത്തിയിൽ കണ്ട അതേ സർപ്പം അല്ലെങ്കിൽ അതേ പാമ്പ് ആരാണ്? സാത്താനാണെന്ന് നമുക്കെല്ലാം. സാത്താൻ എന്താണ്? പാമ്പിൻ്റെ രൂപത്തിൽ വന്നു, മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് എന്താണ് വെളിപ്പാടിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സാത്താൻ എപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വേഷത്തിൽ വന്നാലും വീണ്ടും എന്താണ് സർപ്പം എന്നുള്ള രൂപത്തിലേക്ക് തിരികെ പോകുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ തെറ്റിക്കാനായിട്ട് എന്താണ് സർപ്പം എന്നുള്ള ആ ഒരു വേഷം എന്താണ് സാത്താൻ എപ്പോഴും ആദ്യവും അവസാനവും എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ 2 സ്ഥലത്ത് നമുക്ക് പ്രധാനമായി കാണാൻ സാധിക്കുന്നത്. അതെ, വൻ പോരാട്ടത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 വ്യക്തികളെ നമുക്ക് പ്രധാനമായി കാണുവാനായിട്ട് കഴിയും. ഒന്ന് ദൈവവും ഒന്ന് പിശാചും. ഇരുവരുടെയും സ്വഭാവത്തിന് ഇനി മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്വഭാവമായിക്കൊള്ളട്ടെ, പിശാചിൻ്റെ സ്വഭാവമായിക്കൊള്ളട്ടെ, ഇരുവരുടെ സ്വഭാവം ഇനി മാറുകയില്ല. ദൈവം സത്യമായിരിക്കെ പിശാച് ഏറ്റവും വലിയ വഞ്ചകനായി, നുണയുടെ പിതാവായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. പണ്ട് ആദ്യ സഭകളിലും ആ നുണകൾ നാം കണ്ടു. ആദ്യ സൃഷ്ടികളിലും നാം ആ നുണകൾ കാണുന്നു. പാസ്റ്റർ അരുൺ, എന്താണ് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ? ഇപ്പോഴും പഴയ ആളുകളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന അതേ നുണകൾ പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സാത്താൻ വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്ത്യകാലഘട്ടത്തിൽ ആകുമ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ സാത്താൻ ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ലോകത്തിൽ ഇന്ന് മനുഷ്യനെ സാത്താനാണ് നിയന്ത്രിക്കുന്നതായിട്ട് പല കാര്യങ്ങളിലും. കാരണം ദൈവിക വചനങ്ങളെ പോലും കോട്ടിക്കളയുന്നതായ ഒരു സമയമാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2 സഭയെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി കാണുവാൻ കഴിയും. ഒന്ന് ദൈവത്തിൻ്റെ സഭയും അതുപോലെ സാത്താൻ്റെ സഭയും. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് സത്യത്തിൽ നിൽക്കുന്നു, സാത്താൻ വ്യാജത്തിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തിലുള്ളതെന്ന് പറയുന്നത് സാത്താനെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളത് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, നാം വലിയ ജനപെരുപ്പത്തെയല്ല നോക്കേണ്ടത്, സത്യം എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി ആ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇന്ന് അനേകം ആളുകളെ കണ്ട് പല സഭകളിലും ചേരുന്ന വ്യക്തികളുണ്ട്. പക്ഷേ നാം ഇത് പഠിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. സാത്താൻ വളരെ നന്നായിട്ട് നുണകൾ ഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം കാണുന്നു. തീർച്ചയായിട്ടും നാം ഈ നുണകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം നുണകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് പാസ്റ്റർ അരുൺ നാം ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക.
കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് പോലും മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് പരീക്ഷ ഉണ്ടായതായി കാണുവാൻ കഴിയും. എന്നാൽ സാത്താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ കർത്താവ് ആ പരീക്ഷകളിലൊന്നും വീണുപോയില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ആ പരീക്ഷകൾ നമുക്കുമുണ്ട്. കർത്താവ് ജയിച്ചതുപോലെ നമ്മളും എന്ത് ചെയ്യണം? ജയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പിശാചിനെ നമുക്ക് ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ആ പരീക്ഷണത്തിലേക്ക് നാം നോക്കുന്നുവെങ്കിൽ 3 തവണയും ക്രിസ്തു പിശാചിനെ എതിർത്തത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ മഹത്വം, അതേ വചനങ്ങൾ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. ഈ പ്രവചനങ്ങൾ പഠിക്കുന്നതിലൂടെയും പഴയ അടിസ്ഥാനങ്ങൾ പഠിക്കുന്നതിലൂടെയും സാത്താൻ്റെ സ്വഭാവവും അവൻ്റെ ഉദ്ദേശവും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ഉൽപ്പത്തിയിൽ നാം കാണുന്ന ആ വൻ പോരാട്ടം, ബൈബിളിൽ ഉടനീളം നാം കാണുന്ന ആ വൻ പോരാട്ടം, അതിൻ്റെ വിജയം ഒടുവിൽ ദൈവം തന്നെയായിരിക്കും. ദൈവത്തിന് മഹത്വം. അവൻ ഇതിനൊക്കെയും അവസാനിപ്പിച്ച് നുണകളെയും വഞ്ചനയെയും മരണത്തെയും ജയിച്ച് അവസാനം തൻ്റെ ജനങ്ങൾക്ക് ജീവൻ, നിത്യജീവൻ തന്നെ നൽകും. ദൈവത്തിന് മഹത്വം. ഈ പാഠം അവസാനിക്കുന്നതിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വാക്കുകൾ ബ്രദർ ആലൻ? തീർച്ചയായിട്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു വിഷയത്തെയും നമ്മളെന്താണ് അടിസ്ഥാനം ആദ്യമായി നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കുവാൻ. അടിസ്ഥാനമില്ലാതെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. സോ ഇപ്പോൾ വേദ പുസ്തകമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാവട്ടെ, എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ആ അടിസ്ഥാനം എന്താണെന്ന്, ആ അടിസ്ഥാനം ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുക. ആ ദൈവത്തിൽ വിശ്വസിക്കുക, മുന്നോട്ട് ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അലൻ. നാം ഈ പാഠത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നിയത് അടിസ്ഥാനം എന്തെന്ന് നാം തിരിച്ചറിയുക. കാരണം ഇതിൻ്റെയൊക്കെയും തുടക്കം അറിഞ്ഞില്ല എങ്കിൽ ഒടുക്കം മനസ്സിലാക്കുന്നതിൽ നാം തെറ്റിപ്പോകും. പിശാച് എങ്ങനെയുള്ളവനെന്ന് ആദ്യത്തിൽ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ അവസാനത്തിൽ മനസ്സിലാക്കാൻ തെറ്റിപ്പോകും. ദൈവം എപ്രകാരമായിരുന്നു ആദ്യമോ അപ്രകാരം തന്നെ അന്ത്യം എന്ന് നാം തിരിച്ചറിയേണ്ടതിന് ഉൽപ്പത്തി അടിസ്ഥാനം പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. നന്ദി ഇരുവർക്കും, ഇത്രയും നേരവും ഞങ്ങളെ ഈ പഠനത്തിൽ നയിച്ചതിനും നിങ്ങളുടെ ആശയങ്ങൾക്കും. പ്രിയമുള്ളവരെ, അതെ, ദൈവം വലിയവനാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടുന്നതൊക്കെയും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. തുടർന്നും പ്രവചനങ്ങൾ പഠിക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച കാണും വരെയും കർത്താവിൻ്റെ അതേ ആത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ.